ഹലോ, ഇന്നത്തെ എൻ്റെ റെസിപ്പി അരിപ്പൊടി കൊണ്ട് അരിമുറുക്കുണ്ടാക്കണ ഒരു രീതിയാണ്. അപ്പോൾ അതിലേക്കായിട്ട് ഒരു ഗ്ലാസ് ഒരു ചായ ഗ്ലാസ്സിലുള്ള അത്ര പൊടി എടുത്തിട്ടുണ്ട്. 200 ml കൊള്ളുന്ന ഒരു ഗ്ലാസ്സാണ്. അതിൽ ഒരു ഗ്ലാസ് അരിപ്പൊടി മൂപ്പിച്ച് വറുത്തിട്ടുള്ള പൊടിയാണ്. അപ്പോൾ അതിൽ ഒരു ചെറിയ മുറി നാളികേരം എടുത്തിട്ടുണ്ട്. ഒരു 5-6 ചെറിയ ഉള്ളി, ചുവന്നുള്ളി, കുറച്ച് ഒരു നുള്ളു കൂടിയിട്ട് അരച്ചു മിക്സിയിൽ. നാളികേരം, ഉള്ളിയും ജീരകം കൂടിയിട്ട് നല്ലപോലെ അരച്ച് ഈ അരിപ്പൊടിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി എടുത്തു. പിന്നെ വെള്ളം തിളപ്പിക്കണം. പാകത്തിന് ഉപ്പിടുക, തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ട് കുറച്ചായിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. നല്ലപോലെ കുഴച്ച് പാകപ്പെടുത്തി എടുക്കണം. അങ്ങനെ ഇപ്പം ഇത് മാവിൽ ഞാൻ നാളികേരം അരച്ചിട്ടുള്ളത് ഇട്ട് മിക്സ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെള്ളം തിളപ്പിച്ചത് ഇനി അതിലൊഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. നല്ല തിളച്ച വെള്ളം തന്നെ വേണം കേട്ടോ. ഇത് എൻ്റെ പാകം ഒന്ന് ആറിപ്പോയി. കുറച്ച് തിളപ്പിച്ചിട്ട് ഞാൻ പിന്നെ വേറെ സ്ഥലം മാറിപ്പോണ്ടി വന്നു. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇതായിട്ടുണ്ട്. അപ്പം എനിക്ക് അത് പൊട്ടാൻ സാധ്യതയുണ്ട് ഞാൻ ഉണ്ടാക്കണത്. അപ്പം നല്ല തിളച്ച വെള്ളമാണെങ്കിൽ നന്നായിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ അത് പൊട്ടി പോരില്ല. നമ്മൾ പത്തിരിക്ക് കുഴക്കണ പോലെയുള്ള ഒരു പരുവത്തിൽ തന്നെ ആക്കിയെടുക്കണം. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ ബെൽ ബട്ടൺ ടച്ച് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കാണും. അപ്പോൾ അത് അമർത്തി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അത് എല്ലാവർക്കും ലൈക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുക. അപ്പം ഞാൻ അതിൽ കുറച്ച് എള്ളും കൂടി ചേർത്തുണ്ട്. ഇനി സേവനാഴി എടുത്തിട്ട് സ്റ്റാർ പോലെയുള്ള ഒരു ചില്ലുണ്ട് അതിൽ. അപ്പോൾ അതെടുത്തിട്ട് ഇതിൽ കുറച്ച് എണ്ണ തടവണം. എന്നിട്ട് പിന്നെ ആ മാവ് അതിലിട്ടിട്ട് ഞെക്കി പിഴിഞ്ഞെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറ് വെട്ടി പാകമാക്കിയിട്ട് അതിൽ കുറച്ച് എണ്ണ തടവിയിട്ട് അതിലാണ് ഞെക്കി ഇടുന്നത് കേട്ടോ. ചുറ്റിച്ച് വെക്കാം. അപ്പം അത് ചുറ്റിയുമ്പോൾ അതിൻ്റെ ഇത് കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ അത് പോരുന്നുണ്ട്. അപ്പം ഞാനത് നീളത്തിലാക്കിയിട്ട് കൈ കൊണ്ട് ചുറ്റിയെടുക്കുകയാണ് ചെയ്യണത്. അപ്പം നല്ല തിളച്ച വെള്ളമാണെങ്കിൽ അത് പൊട്ടാതെ ചുറ്റാൻ പറ്റും. എങ്കിലും നല്ല ടേസ്റ്റാണ്. നമ്മുടെ കുഴലപ്പത്തിൻ്റെ ടേസ്റ്റാണ് വരിക. അത് ഉള്ളിയൊക്കെ ജീരകം കൂടി ചേർക്കണ കാരണം കൊണ്ട് കുഴലപ്പത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും ഈ അരി മുറുക്കിന്. ഞാനപ്പോൾ അങ്ങനെ നീളത്തിലാക്കിയിട്ട് കൈ കൊണ്ട് ചുറ്റിയെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. എൻ്റെ ചാനലിൻ്റെ ഫോളോവേഴ്സ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഞാനിപ്പോൾ കുറച്ചൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് ചൂട് കടല ചീഞ്ചട്ടി വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ കാഞ്ഞു വരട്ടെ ഓയിൽ. അപ്പോൾ അധികം തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ നല്ലോണം തിളച്ച് വന്നു കഴിഞ്ഞാൽ അത് ഇടുന്നതൊക്കെ ചൂട് കൂടി കഴിഞ്ഞാൽ അത് ഇടുമ്പോഴേക്കും പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഉള്ളു വേവാണ്ട് പെട്ടെന്ന് കരിയും. അപ്പോൾ അതിന് വരാണ്ട് അങ്ങനെ ആവാതെ കുറച്ച് നല്ലപോലെ ഒന്ന് കാഞ്ഞു വന്നാൽ മതി. അപ്പോൾ അതിൽ ഓരോന്നായിട്ട് ഇട്ട് മെല്ലെ മൂപ്പിച്ചെടുക്കാം. പ്ലാസ്റ്റിക് കവറിലായതുകൊണ്ട് ഇത് ആ കവറിൻ്റെ ഒരു തല പൊന്തിച്ചാൽ ശരിക്കും കൈ കൊണ്ട് എടുത്തിടാൻ പറ്റും നമുക്ക്. ഞാൻ അങ്ങനെ അത് ഓരോന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. നല്ല ടേസ്റ്റാണ് ഇത്.